നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അവർ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവർ നിൽക്കുന്ന സ്ഥലം കൃത്യമായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. ഹായ്, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോയാൽ അവർ കൃത്യസമയത്ത് നമ്മുടെ വീട്ടിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ടെൻഷനാണ്. അവർ എവിടെ എത്തി, അവരിപ്പോൾ എവിടെയാണുള്ളത്, നമ്മൾ തുടർച്ചയായി അവർക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ എവിടെയാണുള്ളത് എന്ന് നമ്മുടെ ഫോണിൽ തന്നെ മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. പല ആളുകളും ഇത്തരം ടെക്നോളജികളെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ഒരുപാട് ആളുകളുമുണ്ട്. കൂടുതൽ ആളുകളും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. ടെക്നോളജി ഒരുപാട് വളർന്ന ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണും ഉണ്ട്. നമ്മളിൽ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് ഒന്നുകിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം. ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നമ്മുടെ ഫോണുകളിലുള്ള ഒട്ടനവധി ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മളിൽ പല ആളുകളും അവെയർ അല്ല. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അവർ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവർ നിൽക്കുന്ന സ്ഥലം കൃത്യമായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. നമ്മുടെ ഫോണിൽ ഗൂഗിൾ മാപ്പ് നമുക്കെല്ലാം അറിയാം, കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നതാണ്. എങ്കിൽ അധികം ആളുകളും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ലൊക്കേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്താൽ മുകളിൽ നമ്മുടെ പേരിന്റെ ലെറ്റർ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്താൽ താഴെ ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് കാണാം. ഇവിടെ ഷെയർ ലൊക്കേഷൻ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോർ 1 hour, 2 hours, 3 hours, 4 hours ഇങ്ങനെ നമുക്ക് എത്ര അവേഴ്സ് വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട. നമുക്ക് നേരെ താഴെ കാണുന്ന അൺടിൽ യു ടേൺ ദിസ് ഓഫ് എന്നുള്ളത് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോണിലാണോ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഫോണിൽ നമ്മൾ ഈ ലൊക്കേഷൻ ഷെയറിംഗ് ഓഫ് ചെയ്യുന്നത് വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിവിടെ ആർക്കാണ് ഇത് ഷെയർ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് നമ്മുടെ പേര് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ മാപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള ജിമെയിൽ അക്കൗണ്ടിൽ എന്താണോ ഇമെയിൽ ഐ ഡി ഉള്ളത് ആ ഇമെയിൽ ഐ ഡി ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം സെൻഡ് എന്ന് കൊടുക്കുക. ഇവിടെ വൈൽ യൂസിംഗ് ദിസ് ആപ്പ് എന്നുണ്ട്, അത് ടച്ച് ചെയ്ത് കൊടുക്കുക. താഴെ അലോ എന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ ആക്സസ് ഇനാബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ ഗോ ടു സെറ്റിംഗ്സ് എന്നുള്ളത് ടച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ അലോ ആൾ ദ ടൈം എന്നുണ്ട്, അത് ഓൺ ചെയ്ത് കൊടുക്കുക. ബാക്ക് അടിക്കുക. ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് നോട്ട് ഷെയറിംഗ് വിത്ത് യു, ക്യാൻ സീ യുവർ ലൊക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ റിക്വസ്റ്റ് എന്ന് കൊടുത്താൽ എന്റെ ലൊക്കേഷൻ തിരിച്ചും ഷെയർ ചെയ്യാൻ കഴിയും. ഇവിടെ കാണുന്നുണ്ട് ക്യാൻ സീ യുവർ ലൊക്കേഷൻ അൺടിൽ യു ടേൺ ദിസ് ഓഫ് എന്ന് കാണുന്നുണ്ട്. ഞാൻ ഈ ഫോണിൽ സ്റ്റോപ്പ് എന്ന് കൊടുക്കുന്നത് വരെ ഈ ലൊക്കേഷൻ ഷെയർ ആയിക്കൊണ്ടിരിക്കും. എനിക്കിവിടെ ജസ്റ്റ് ബാക്ക് അടിച്ച് ഒഴിവാക്കിയിട്ടാൽ മതി. ഇനി ഈ ഫോണിലെ ലൊക്കേഷൻ എപ്പോഴും എൻ്റെ ഫോണിൽ എനിക്ക് ഗൂഗിൾ മാപ്പ് വഴി കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്തു. എൻ്റെ ഫോണിലിവിടെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഭാര്യയുടെ ഫോണിൽ നിന്ന് ചെയ്തുകൊണ്ട് എൻ്റെ ഭാര്യയുടെ പേര് എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഫോണിൽ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് അക്കൗണ്ടാണ് ചൂസ് ചെയ്തത് ആ പേര് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ എനിക്ക് തിരിച്ച് ലൊക്കേഷൻ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിവിടെ ഈ കാണുന്ന നീല ബട്ടണിൽ ഷെയർ ലൊക്കേഷൻ വിത്ത് എന്ന് കാണുന്ന ഈ ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇവിടെ നമുക്ക് ഫോർ 1 hour അൺടിൽ യു ടേൺ ദിസ് ഓഫ് എന്നുള്ളതും നമുക്ക് ടച്ച് കൊടുക്കാൻ കഴിയും. എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് ഞാൻ തൽക്കാലം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത്. ഈ ലൊക്കേഷൻ ഷെയറിംഗ് നമുക്ക് വാട്സാപ്പിലും ഉണ്ട്. വാട്സാപ്പിൽ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ കാണിക്കാറുണ്ട്. ഒന്ന് കറന്റ് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഒന്ന് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് ലൊക്കേഷൻ കാണാൻ ഗൂഗിൾ മാപ്പ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഓപ്ഷൻ മുമ്പ് അറിയാത്ത ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് അൽതാഫ് അഹമ്മദ്. ബൈ.